യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഗംഗ. ജോലി സ്ഥലത്താണ് ഇതായി ഇറങ്ങാൻ പോണു. മണി 6 അപ്പം എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്, ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല, കുറച്ച് സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഓണത്തിന്. ഇപ്പോൾ കുറച്ച് പലവ്യഞ്ജനവും കുറച്ച് ബേക്കറി ഐറ്റംസും മോനോട്ടനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഏകദേശം ഉള്ളതൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം അത് ഒന്ന് ചെറിയൊരു പർച്ചേസിങ് കാണിച്ചില്ല. അത് ചെറിയൊരു പർച്ചേസിങ് ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ല കേട്ടോ. അപ്പം പോവാം. പലവ്യഞ്ജന കടയിൽ ഞങ്ങൾ സിറ്റിയിൽ, അതായത് ഞങ്ങൾ വെഞ്ഞാറമൂട്ടിലാണ്. അപ്പോൾ വെഞ്ഞാറമൂട്ടിൻ്റെ അടുത്തുള്ള ഒരു പലചരക്ക് കടയിൽ നിന്നാണ് ഞാൻ സ്ഥിരം സാധനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എടുക്കാം. 2-3 കടയിലായിട്ട് കയറി എടുക്കാറുണ്ട് കേട്ടോ. ചില കടയിൽ ചില കടയേക്കാളും ചില കടയിൽ എമൗണ്ടിന് ഇച്ചിരി വേരിയേഷൻ കാണും. അപ്പോൾ ഇച്ചിരി അല്ല, കുറച്ച് വേരിയേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പല കടകളിൽ നിന്നായിട്ട് എടുക്കത്തുള്ളൂ. 2-3 രൂപയുടെ വ്യത്യാസമൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കത്തില്ല. ചിലപ്പോൾ 10, 15, 20 രൂപയുടെ വ്യത്യാസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കട മാറി എടുക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് പോവാം. ഡോറ് തുറന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല കട്ടയ്ക്ക് ബ്ലോക്ക്. നല്ല ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കട്ടയ്ക്ക് ബ്ലോക്ക്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താണ് വണ്ടിയും കൊണ്ട് ഞെരുങ്ങി കയറി വേണം കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ കയറിയത് ഫ്രൂട്ട്സ് കടയിലാണ്. എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ് വാങ്ങിക്കാമെന്ന്. കാരണം എപ്പോഴും വാങ്ങിക്കുന്നത് പഴമായിരിക്കും, ഏത്തപ്പഴം, കപ്പപ്പഴം, അങ്ങനെയായിരിക്കും. അപ്പോൾ കപ്പപ്പഴത്തിന് പുതിയ പേര് വരെ മോനോട്ടം കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്പൈഡർമാൻ്റെ കളറിലുള്ള പഴം. സ്പൈഡർമാൻ്റെ കളറിൽ റെഡുണ്ട്, കപ്പപ്പഴത്തിന് റെഡുണ്ട്. ഇതാണ് മോനോട്ടൻ്റെ കണ്ടുപിടുത്തം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു മാതളം വാങ്ങിക്കാമെന്ന്. കാരണം ഇന്നലെ പുറത്തുനിന്ന് മാതളം കിട്ടിയപ്പം കഴിച്ച്. അപ്പോൾ ഇച്ചിരി നന്നായിട്ട് കഴിച്ച്, ഒരുപാടല്ല എന്നാലും ഇച്ചിരി നന്നായിട്ട് കഴിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇത്തിരി മാതളം എടുക്കാമെന്ന്. 1 കിലോ മാതളം 140 കണ്ടായിരുന്നു. 1 കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ വേസ്റ്റായി പോകും, 1/2 കിലോ വാങ്ങിച്ചാലും വേസ്റ്റായി പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണമായിട്ട് വാങ്ങിക്കാമെന്ന്. പക്ഷേ എല്ലാം തൊലി ഇങ്ങനെ വെളുവിളായിരിക്കുന്ന കളറായിരുന്നു. അപ്പോൾ അതിനകത്തോട്ടും വലിയ കളർ കാണത്തില്ല, ഒരു ചെറിയ ഒരു വൈറ്റ് ഷെയ്ഡായിരിക്കും. അപ്പോൾ അങ്ങനെ തിരങ്ങി ഒരെണ്ണം വലുത് ഞാൻ എടുത്തു. അപ്പോൾ അത് എത്രയായി, 63 അങ്ങനെ കണ്ടേ ആയുള്ളൂ എന്നല്ല, ആയി. അങ്ങനെ അതും വാങ്ങിച്ചിട്ട് ആപ്പിളിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ 240 ആയിരുന്നു. എപ്പോഴും 240, 270, 240, 270 ആ റേഞ്ച് തന്നെയാണ്. കുറയുന്നതുമില്ല, കൂടുന്നുമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് അടുത്തുള്ള കപ്പലണ്ടി കടയിലാണ്. ഇത് തമിഴരുടെ കടയാണ്. അപ്പോൾ നമ്മൾ വിളിക്കുന്നത് അണ്ണാച്ചിക്കട എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അണ്ണാച്ചിമാരുടെ കട എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ഇവിടെ നല്ല റേറ്റ് കുറവാണ്. പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും, പുറത്ത് ഉള്ള കടകളിലെ റേറ്റ് നോക്കുമ്പോൾ ഇവിടെ നല്ല റേറ്റ് കുറവാണ്. MRPയേക്കാളും റേറ്റ് കുറവാണ് കേട്ടോ. അപ്പം എനിക്കിവിടെ നിന്ന് എടുക്കാനുള്ളത് കുറച്ച് സ്നാക്സ് ഒരുപാടില്ല. അവന് എല്ലാം അങ്ങനെ ഇഷ്ടപ്പെടുകയില്ല. കാരണം എല്ലാം എന്താണ്, മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ സ്റ്റോക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഐറ്റംസും അധികം ഇഷ്ടമൊന്നും അല്ല. ഡാർക്ക് ഫാൻറ്റസി അവന് ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഐറ്റംസ് ഈ പറയും പോലെ ചിപ്സ് ഞാൻ നോക്കി. അപ്പോൾ ചെറിയ പാക്കറ്റില്ല, വലിയ പാക്കറ്റുകളേ ഉള്ളൂ. അപ്പോൾ വലിയ പാക്കറ്റ് വാങ്ങിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കും, പൊട്ടിക്കും, അവിടെ അങ്ങ് വയ്ക്കും, പിന്നെ കഴിക്കില്ല. അതായിരുന്നു ചീത്തയായി പോവും. അതുകൊണ്ട് ചെറിയ പാക്കറ്റേ എടുക്കത്തുള്ളൂ. പിന്നെ മെയിനായിട്ട് എനിക്ക് തേയില വേണമായിരുന്നു. AVTയുടെ തേയിലയാണ് എടുത്തത്. മെയിനായിട്ട് തേയില തീർന്നു പോയി, ഒട്ടുമില്ല. ഇന്ന് വൈകുന്നേരത്തേക്ക് പോലും തേയിലയില്ല. അങ്ങനെ തേയില എടുക്കാൻ വേണ്ടിയിട്ട് കയറി. ഇവിടെ ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു 200 രൂപയുടെ നമുക്ക് 145 അത്രയൊക്കെ ആവത്തുള്ളൂ കേട്ടോ. പുറത്ത് എനിക്ക് തോന്നുന്നു 170, 180 ഒക്കെ ആവും, 160 ആ റേഞ്ചിലാവും. പക്ഷെ ഇവിടെ നല്ല റേറ്റ് കുറവാണ്. പിന്നെ ഇവിടെ അകത്ത് കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരുപാട് റൂമുകളിൽ ഒരുപാട് സാധനങ്ങൾ വെച്ചേക്കുന്ന കണക്ക് എനിക്ക് തോന്നി. മുമ്പ് ഇങ്ങനെ റൂമുകളിൽ ഞാൻ വന്നങ്ങനെ എടുത്തിട്ടില്ല. ആകെ ഒരു റൂമിലൊക്കെ ഞാൻ വന്നിട്ടുള്ളൂ. പക്ഷേ ഇത് ഒരുപാട്, പിന്നെ നല്ല നീറ്റാണ് കേട്ടോ, നല്ല വൃത്തിയാണ്, തറയൊക്കെ നല്ല വൃത്തിയാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ പലയിടങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. മുട്ടായി തന്നെ. പിന്നെ ഞാൻ ഒരു ഓർ മൈദയും കൂടെ എടുത്തു. കാരണം ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ എന്തെങ്കിലും മൈദ വെച്ചുള്ള പരിപാടി, ചിക്കനൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മൈദ വെച്ചുള്ള പരിപാടി ചെയ്യും. അപ്പോൾ ഒരു ഓർ മൈദയും കൂടെ എടുത്തു. പിന്നെ എനിക്ക് വെളിച്ചെണ്ണ വേണമായിരുന്നു. വെളിച്ചെണ്ണ ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവാണ്. പിന്നെ പഞ്ചസാരയും വേണമായിരുന്നു. അങ്ങനെ പലവ്യഞ്ജന കടയിൽ നിന്ന് സാധനം എടുക്കണം, എന്തായാലും സാധനം എടുക്കണം, 1 മാസത്തേക്കുള്ള സാധനങ്ങൾ എടുക്കണം. പക്ഷേ അത്യാവശ്യം ഇവിടെ നല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം MRPയേക്കാൾ നല്ല റേറ്റ് കുറവാണ്. ഞാനവിടെ വീട്ടിലത്തേക്ക് എന്നും ഇങ്ങനെ, അതായത് മാസം തോറും അങ്ങനെ സാധനം വാങ്ങിക്കാറില്ല. ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴായിരിക്കും സാധനങ്ങൾ എടുക്കുന്നത്. കാരണം നമ്മളവിടെ ഞാനും അമ്മയും കുഞ്ഞും മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് സാധനങ്ങൾ വാങ്ങിച്ചാൽ കൂടിയും 2 മാസത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ചിലപ്പോൾ ചില സാധനങ്ങൾ, ഇപ്പോൾ തേയില, ഈ പറയും പോലെ പഞ്ചസാര, അങ്ങനെയുള്ള സാധനങ്ങൾ തീർന്നു പോകുമ്പോഴത്തേക്കും
അപ്പോഴപ്പോഴും പോയി വാങ്ങിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 മാസം കൂടുമ്പോഴാണ് സാധനങ്ങൾ എടുക്കാറ്. പിന്നെ ഞാൻ വീട്ടിലോട്ട് വിളിച്ച് ചോദിച്ചു എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന്. അപ്പം അമ്മ കുറച്ച് ലിസ്റ്റ് പറയും. പക്ഷേ ഇതിപ്പോൾ വിളിച്ച് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കണത് സാധനങ്ങൾ ചിലപ്പോൾ അവിടെ സ്റ്റോക്ക് കാണും. നമ്മളെത്ര ഇരുന്നിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാലും ഇരുന്നിരുന്ന് ചിലപ്പോൾ ഈ ഉളുപ്പൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ വാക്കയ്ക്ക് കൊള്ളത്തില്ല. മെയിനായിട്ട് ഈ കടല, പരിപ്പ് അതൊക്കെ. അതുകൊണ്ട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്തത്. പിന്നെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് എണ്ണയും തിരിയും വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. ഇന്ന് തീർത്തും വീട്ടിലെ സാധനങ്ങൾ തീർന്നിരിക്കുകയാണ്. കാരണം ഇന്ന് സ്റ്റോർ റൂം ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് ഏകദേശമുള്ള സാധനങ്ങളൊക്കെ തീർന്ന്. അപ്പോൾ ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് ഓണത്തിന് എടുത്താൽ മതി. ഓണത്തിന് എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ അത്രയും നാളത്തേക്ക് എന്തെങ്കിലും സാധനങ്ങൾ തികയും. അങ്ങനെ ആ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കുറച്ച് ബില്ലായി കേട്ടോ. നമ്മൾ എത്രയൊക്കെ ലുബ്ധിച്ച് ചെയ്യാൻ നിന്നാലും ബില്ലാവും. കാരണം വെളിച്ചെണ്ണയൊക്കെ 1 കിലോയുടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. നമ്മളുടെ സാധാരണ 1/2 കിലോയുടെ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ 1 മാസം 15 ദിവസം പോവും. 1 കിലോ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം 1 മാസമൊക്കെ എത്തിക്കാൻ പറ്റും. കാരണം നമ്മളിവിടെ നന്നായിട്ട് അങ്ങനെ എണ്ണ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. വറുക്കാനാണെങ്കിലും കുറച്ച് എണ്ണയെ എടുക്കത്തുള്ളൂ. പിന്നെ കുളിക്കാനും തുണി കഴുകാനും ഒക്കെ സോപ്പ് വേണമായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ സോപ്പ് വയ്ക്കുമ്പോൾ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ മോനൂട്ടന് നമ്മൾ സെപ്പറേറ്റ് സോപ്പാണ്. തുണി കഴുകാനാണെങ്കിലും മോനൂട്ടൻ്റെ തുണി കഴുകാൻ വേണ്ടിയിട്ടാണെങ്കിലും സെപ്പറേറ്റ് സോപ്പാണ്. കാരണം മോനൂട്ടന് ഈ പറയും പോലെ ഡോക്ടർ വാഷ് ഇട്ടോ ഉജാല ഇട്ടോ അല്ലാതെ നമ്മൾ ഈ തുണി വാഷ് ചെയ്യുന്ന സോപ്പുകളില്ലേ അതിട്ടൊക്കെ കഴുകുമ്പോഴത്തേക്കും മോനൂട്ടന് സ്കിൻ അലർജി ഉണ്ടാവും. അതുകൊണ്ട് മോനൂട്ടന് കുളിക്കുന്ന സോപ്പിട്ടാണ് നമ്മൾ തുണി കഴുകുന്നത്. പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് മോനൂട്ടന് കുളിക്കാൻ വേണ്ടിയിട്ട് പിയേഴ്സിൻ്റെ സോപ്പാണ്. കുഞ്ഞിലേ അതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. നമുക്ക് സോപ്പും കാര്യങ്ങളും വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ അപ്പുറത്തെ കടയിൽ എണ്ണയാണ് എടുത്തത്. വിളക്കെണ്ണ വാങ്ങിച്ചു. പക്ഷെ തിരി വാങ്ങിച്ചില്ല. അപ്പം ലിയ അഗർബത്തിയുടെ സൈക്കിൾ തിരികൾ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ പരസ്യങ്ങൾ. അപ്പോൾ ആദ്യമായിട്ടാണ് ലിയയുടെ തിരി ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം നല്ല മണമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് വാങ്ങിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു തിരി അതിനകത്ത് കുറവാണ്. 50 രൂപ എങ്ങാണ്ടാണ്. പക്ഷേ എണ്ണം കുറവാണ്. പിന്നെ ഞാൻ ചിപ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നു. ചിപ്സ് സ്നാക്സ് അതിൻ്റെ സെക്ഷനിലോട്ട് വന്നു. അപ്പോൾ ചിപ്സ് വലുതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അതവിടെ വെച്ചിട്ട് നേരെ പലവങ്ങനെ കടയിലോട്ട് വന്നു. ഞാൻ ഇവിടെ നിന്നാണ് പിന്നെ സാധനങ്ങൾ അത്രയും എടുക്കുന്നത്. ഇവിടെ റേറ്റ് കുറവാണ്. അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്. അപ്പം ഇവിടെ ആകുമ്പോഴത്തേക്കും വലിയ റേറ്റ് എനിക്ക് തോന്നിയിട്ടില്ല. ഏകദേശം എല്ലാവരും നമ്മളെ വെഞ്ഞാറമൂട്ടിൽ ഏകദേശം ഉള്ളവരെല്ലാവരും ഇവിടെ നിന്നായിരിക്കും എടുക്കുന്നത്. മാവേലിയിൽ നിന്ന് എടുക്കാത്തവരെല്ലാവരും ഇവിടെ നിന്നായിരിക്കും എടുക്കുന്നത്. എനിക്കിനി ഇവിടെ നിന്ന് വാങ്ങിക്കാനുള്ളത് അരി, പയർ, പഞ്ചസാര, ഉഴുന്ന്, ഉള്ളി അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളാണ്. അരി നാളത്തേക്ക് തീരെയില്ല. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഒരു പാലും വാങ്ങിച്ച് വീട്ടിലെത്തി. അപ്പോൾ മോനൂട്ടൻ്റെ വക കുറേ വിശേഷങ്ങൾ ചോദിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അമ്മ ഇത്രയും കളിപ്പാട്ടങ്ങളാണ് മേടിച്ചിട്ടുണ്ടോ എന്തെന്നാണ് ആദ്യം അവൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറയാം അയ്യടാ കളിപ്പാട്ടങ്ങൾ തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഇതെല്ലാം പറക്കിയതായിട്ടു. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു 1200 1300 ആ റേഞ്ചിനെത്തി. അപ്പോൾ മോനൂട്ടന് ചെറിയ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് വായിൽ വെച്ച് തരണതാണ് കേട്ടോ. ലോട്ടോ പയ്യോ അങ്ങനെ എന്തോ ഒരു പാക്കറ്റ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരുപോലും എനിക്ക് നേരെ അറിഞ്ഞൂടാ. മോനൂട്ടന് അത് ഭയങ്കര ഇഷ്ടമൊന്നും അല്ല. പണ്ട് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ കുറേ നാളുകൊണ്ട് വാങ്ങിക്കാതെ ഒന്ന് വാങ്ങിച്ചതായിരുന്നു. ഒരെണ്ണത്തിന് 10 രൂപ അങ്ങനെ കണ്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മൾ സാധനങ്ങൾ പറക്കിയിടുന്നത് ഇങ്ങനൊരു ബക്കറ്റിലായിരിക്കും. എല്ലാം കൂടെ ഒന്നിൽ അരിയും ഒന്നിൽ സാധനങ്ങളെല്ലാം കൂടെ പറക്കിയിടും. പച്ചയിലാണ് അരി ഇടുന്നത്. മറ്റേ ഒരു ബ്രൗൺ കളറിലുള്ള റെഡ് കളറിൽ വരുമ്പോഴത്തേക്കും അതിൽ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഈ പറയുന്ന പഞ്ചസാര, തേയില ഒക്കെ പറക്കിയിടും. ഓരോന്ന് സെപ്പറേറ്റ് ടിന്നിലാക്കി വയ്ക്കുന്നതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. മീഷോയിലൊക്കെ ഇഷ്ടംപോലെ ഈ ഡപ്പാകൾ ഇരിപ്പുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും ഞാൻ അത് വാങ്ങിക്കുന്നില്ല. കുറച്ചും കൂടി ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ വാങ്ങുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഒരു ചകിരി കണക്ക്, അതായത് ഈ പിറം തേച്ച് കുളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചകിരി എനിക്ക് കുറേ നാളോട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. AVTയുടെ തേയിലയാണ് ഞാൻ പൊട്ടിച്ചത്. അപ്പോൾ AVTയുടെ തേയില പൊട്ടിച്ചപ്പോഴത്തേക്ക് ഈ സംഗതി എനിക്ക് അതിൽ നിന്ന് കൂപ്പൺ കിട്ടി. എനിക്ക് എന്നും അതിൽ നിന്ന് 5 രൂപ, 2 രൂപ, 1 രൂപയൊക്കെയാണ് കിട്ടുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് 25 രൂപ കിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടെ കൊടുക്കുമ്പോൾ എനിക്ക് വേറൊരു പാക്കറ്റ് കിട്ടും. അങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിച്ചു. ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.